ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ റൈറ്റിംഗ്സ് ഇൻ ഇംഗ്ലീഷിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ്. ബംഗാൾ റിനൈസൻസ് മെൻഷൻ ചെയ്യാതെ ഇതേക്കുറിച്ച് പറയാൻ കഴിയാത്തതുകൊണ്ട് അതിൻ്റെ ലിറ്റററി സൈഡിൻ്റെ ഒരു ചുരുക്കവും പറഞ്ഞു പോകുന്നുണ്ട്. സെയിം ടോപ്പിക്കിൻ്റെ ഇംഗ്ലീഷ് വീഡിയോ ഇന്നലെ റിലീസ് ചെയ്തിരുന്നു. റിലേറ്റഡ് ടോപ്പിക്സിലെ വീഡിയോസിനെ പ്ലേലിസ്റ്റുകളാക്കുന്നുണ്ട്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്. റിലേറ്റഡ് വീഡിയോസ് പബ്ലിഷ് ചെയ്യുമ്പോൾ പ്ലേലിസ്റ്റ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. കഴിയുന്നത്ര മേജർ പോയിന്റ്സ് കവർ ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്നു. നൗ ടു ദ ടോപ്പിക്. ഒരു ഇന്ത്യക്കാരൻ ഇംഗ്ലീഷിൽ എഴുതിയ ആദ്യത്തെ വർക്ക് ഒരു ട്രാൻസ്ലേഷൻ ആയിരുന്നു. അക്കൗണ്ട്സ് ഓഫ് ജെയിൻസ് എന്ന് പറയുന്ന ഒരു എസ്സേ. ഇന്ത്യയുടെ ആദ്യത്തെ സർവേയർ ജനറൽ ആയിരുന്ന കേണൽ കൊളിൻ മെക്കിൻസിയുടെ അസിസ്റ്റന്റ് ബോറിയ ആയിരുന്നു ആ ട്രാൻസ്ലേഷൻ ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് സംവെയർ ഇൻ മിഡ് 18th century. അതിനുശേഷം ഇംഗ്ലീഷിൽ സ്വന്തമായ ഒരു വർക്ക് എഴുതിയത് ഡീൻ മുഹമ്മദ് ആയിരുന്നു. പക്ഷെ അത് അയർലൻഡിലേക്ക് എമിഗ്രേറ്റ് ചെയ്തതിന് ശേഷമായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആർമിയിലെ ഒരു റിക്രൂട്ട് ആയിരുന്ന അയാൾ ഇന്ത്യൻ മണ്ണിലെ തൻ്റെ അനുഭവങ്ങളെപ്പറ്റി 1794 ദ ട്രാവൽസ് ഓഫ് ഡീൻ മുഹമ്മദ് എന്ന പുസ്തകമാണ് എഴുതിയത്. ഇന്ത്യൻ മണ്ണിലിരുന്നു കൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ എഴുതിയ ആദ്യ ഇന്ത്യക്കാരൻ രാജാറാം മോഹൻ റോയ് ആയിരുന്നു. 1857 ദ ഡിഫൻസ് ഓഫ് ഹിന്ദു തീയിസം എന്ന പുസ്തകമാണ് അദ്ദേഹം എഴുതിയത്. ഇനി നമുക്ക് ബംഗാൾ റിനൈസൻസിനെ കുറിച്ച് കുറച്ച് പറയാം. അതിനെ ഇന്ത്യൻ റിനൈസൻസ് എന്നും പറയാറുണ്ട്. 19th century ബംഗാളിൽ തുടങ്ങിയ സോഷ്യൽ, കൾച്ചറൽ, സൈക്കോളജിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ ചേഞ്ചസിനെയാണ് ബംഗാൾ റിനൈസൻസ് അഥവാ ഇന്ത്യൻ റിനൈസൻസ് എന്ന് പറയുന്നത്. ബംഗാൾ അക്കാലത്ത് അത്തരമൊരു മാറ്റത്തിന് പരുവപ്പെട്ടിരുന്നു. അന്ന് അവിടെ തുടങ്ങിയ മാറ്റം ഒരു കൊടുങ്കാറ്റ് പോലെ ഇന്ത്യയിൽ എവിടെയും വ്യാപിച്ചു. ഫുൾ ഫ്ലെഡ്ജിൽ എല്ലായിടത്തും അതിന്റെ എഫക്ട്സ് എത്താൻ വർഷങ്ങൾ എടുക്കുകയും ചെയ്തു. രാജാറാം മോഹൻ റോയിയുടെ ബ്രഹ്മസമാജം, അദ്ദേഹം ഉൾപ്പെട്ട ഒരു കൂട്ടം ആളുകൾ തുടക്കമിട്ട ഹിന്ദു കോളേജ് തുടങ്ങിയവ നല്ലൊരു മൊമെന്റമാണ് ഈ ഒരു മൂവ്മെന്റിന് നൽകിയത്. ഹിന്ദു കോളേജിലെ ചോരത്തിളപ്പുള്ള ഒരു യുവ അധ്യാപകൻ ഹെൻറി ലൂയി വിവിയൻ ഡെറോസിയോയിൽ നിന്നും ഉണ്ടായ തീപ്പൊരി ഏറ്റുവാങ്ങാനും ആളിക്കത്തിക്കാനും മിടുക്കരായ കുറെ വിദ്യാർത്ഥികൾ ആ കോളേജിൽ ഉണ്ടായിരുന്നു. കുട്ടികളെ വഴിതെറ്റിക്കുന്നതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടുവെങ്കിലും ഡെറോസിയോയുടെ പ്രിയ ശിഷ്യരുടെ ആവേശത്തെ കെടുത്താൻ ആർക്കും ആയില്ല. താന്താങ്ങളുടെ മേഖലകളിൽ മിടുക്കരായിരുന്ന ഇവർ ഡെറോസിയൻസ് എന്നും ബംഗാളി ഫ്രീ തിങ്കേഴ്സ് എന്നും അറിയപ്പെട്ടു. Their effect did fall on the future students of the college. രാജാറാം മോഹൻ റോയ് എന്ന റിഫോമർ സൊസൈറ്റിയെ ക്ലെൻസ് ചെയ്യാനാണ് തൻ്റെ പേന ഉപയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഫിലോസഫിക്കൽ, ഇൻഫർമേഷണൽ, ജേർണലിസ്റ്റിക് ആയിരുന്നു. എന്നാൽ ഡെറോസിയോ വിപ്ലവം ഉള്ളിൽ നിറഞ്ഞ ഒരു കവിയായിരുന്നു. ലേറ്റ് റൊമാൻറ്റിക്സിൻ്റെ ഇൻസ്പിറേഷനിൽ എഴുതിയ നാഷണലിസ്റ്റിക് കവിതകളാണ് അദ്ദേഹത്തെ പോയറ്റ് എന്ന രീതിയിൽ ഫേമസ് ആക്കിയത്. ഡെറോസിയൻസ് വെർ ആക്ടിവിസ്റ്റ് റാദർ ദാൻ റൈറ്റേഴ്സ്. ഇവരിൽ ഇൻസ്പയർഡായി ഇംഗ്ലീഷിൽ കവിതകൾ എഴുതിയ ഒരു ജനറേഷൻ പിന്നീടുണ്ടായി. മൈക്കിൾ മധുസൂദൻ ദത്ത്, തോരു ദത്ത് തുടങ്ങിയവർ. എന്നാൽ ഇവർ സ്വന്തം ഭാഷയ്ക്കും അന്യഭാഷകൾക്കുമിടയിൽ സ്വത്വം തേടിയവരായിരുന്നു. മൈക്കിൾ മധുസൂദൻ ദത്തിൻ്റെ ലിറ്റററി കരിയർ ഇംഗ്ലീഷിൽ തുടങ്ങി ബംഗാളിയിൽ അവസാനിച്ചു. ഇംഗ്ലീഷിൽ എഴുതുകയും വായിക്കുകയും ചെയ്തിരുന്ന തോരു ദത്ത് ഫ്രഞ്ച് ഭാഷയിലും അവരുടെ കൾച്ചറിലും ഇൻസ്പയർഡായി. ഷി റോട്ട് ഇൻ ഫ്രഞ്ച് ടു. എങ്കിലും പിന്നീട് സംസ്കൃതം പഠിച്ച അവർ ഇന്ത്യൻ കൾച്ചർ ഇംഗ്ലീഷിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിൽ ശ്രദ്ധ കൊടുത്തിരുന്നു. അടുത്ത ജനറേഷനിലാണ് ആദ്യത്തെ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ എഴുതിയ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്നറിയപ്പെടുന്ന ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ ഉള്ളത്. രാജ്മോഹൻസ് വൈഫ് എന്ന പേരിലെ ആദ്യത്തെ നോവലിന് ശേഷം പിന്നീട് അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല. വന്ദേ മാതരം എന്നറിയപ്പെടുന്ന ഗാനം കടം കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആനന്ദ് മഠ് എന്ന ബംഗാളി നോവലിൽ നിന്നാണ്. അത് ഒരു ഇന്ത്യൻ ഒരിക്കലും മറക്കരുത്. മാത്രമല്ല, നോവൽ പ്രസ്ഥാനം ഇന്ത്യൻ ഭാഷകളിൽ തുടങ്ങാൻ ഇൻസ്പിറേഷൻ ആയത് ഇദ്ദേഹത്തിൻ്റെ ബംഗാളി നോവലുകളുടെ സക്സസ് ആയിരുന്നു. പിന്നീട് ടാഗോർ, അറോബിന്ദോ പോലുള്ള എഴുത്തുകാർ വന്നുവെങ്കിലും ദ 3 pillars ഓഫ് ഇന്ത്യൻ നോവൽ എന്നറിയപ്പെട്ട ദ ബിഗ് ട്രയോ ആണ് ഇംഗ്ലീഷ് നോവലുകളെ ഇന്ത്യയിൽ പോപ്പുലറൈസ് ചെയ്തത്. 20th century നോവലുകൾ എഴുതിയ മുൾക്ക് രാജ ആനന്ദ്, R.K. നാരായൺ, രാജാ റാവു എന്നിവരാണ് ആ 3 പേർ. 19th century ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആൾക്കാർ കുറവായിരുന്നു. എങ്കിലും ലിംഗ്വ ഫ്രാങ്ക എന്ന നിലയ്ക്ക് നാഷണലിസം സ്പ്രെഡ് ചെയ്യാൻ ഇംഗ്ലീഷ് എഴുത്തുകൾ ഏറെ സഹായിച്ചു. 20th century സെയിം നാഷണലിസ്റ്റിക് സ്പിരിറ്റ്
ഒരു കൂട്ടം ഇന്ത്യൻസിനെ ഇംഗ്ലീഷിൽ നിന്ന് അകറ്റുകയും ചെയ്തു. ഇനി ഇംഗ്ലീഷ് നേറ്റീവ് ലാംഗ്വേജ് ആയുള്ളവരുടെ കാര്യം പറഞ്ഞാൽ, നേറ്റീവ് റൈറ്റേഴ്സിന്റെ വർക്ക്സ് ഉള്ളപ്പോൾ നോൺ നേറ്റീവ് റൈറ്റേഴ്സിന്റെ വർക്ക്സിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. റീഡേഴ്സിന് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഫോറിൻ പബ്ലിഷേഴ്സ് ആ വർക്ക്സ് പബ്ലിഷ് ചെയ്യണമെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ഇംഗ്ലീഷ് റൈറ്റേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ നോൺ നേറ്റീവ് റൈറ്റേഴ്സിന് നിർബന്ധമാക്കി. ആദ്യകാല ഇംഗ്ലീഷ് എഴുത്തുകാർക്ക് ആ കടമ്പയും ഉണ്ടായിരുന്നു. ടാഗോറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് W.B. യേറ്റ്സ് ആയിരുന്നു. മുൾക്രാജ് ആനന്ദിനെ E.M. ഫോസ്റ്റർ, R.K. നാരായണനെ ഗ്രഹാം ഗ്രീൻ, അങ്ങനെ കാലം കടന്നുപോയി. ഈ ഡിസ്ക്രിമിനേഷൻ പയ്യെ ഇല്ലാതെയായി. ഇംഗ്ലീഷ് ഭാഷയിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ ധാരാളമുണ്ടായി. ഞാൻ ഈ വീഡിയോയിൽ ഭാഷകളുടെ കടമ്പ കടന്ന തുടക്കക്കാരിൽ ചിലരുടെ പേരുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പറയാത്തവരുടെ എണ്ണം അതിലേറെയുണ്ട്. ഈ ടോപ്പിക് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. സജഷൻസ് ആൻഡ് ഒപ്പീനിയൻസ് ചാറ്റിൽ ഷെയർ ചെയ്യുക. ഹെൽപ്ഫുൾ ആയിരുന്നു എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ഫോർ മോർ ഓഫ് മൈ വീഡിയോ. താങ്ക് യു.